നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ചിത്രങ്ങളിൽ നല്ല രസകരമായ റോൾസ് ചെയ്ത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായി മാറിയിരിക്കുന്ന ശ്രീ സുബീഷ്. Once upon a time, once upon a time, once upon a time, ooh ooh. Once upon a time, once upon a time, once upon a time. വൺസ് അപ്പോൺ എ ടൈമിലേക്ക് സ്വാഗതം. താങ്ക് യു. സുബീഷ് വരുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് ഞാൻ പറയണമല്ലോ. സുബീഷ് നമ്മൾ ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ, വലിയ വലിയ വേഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും സുബീഷ് ഇന്ന് വരുന്നതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് സുബീഷ് നായകനായ ഒരു സിനിമ വരികയാണ്. അടിപൊളി. അതിന്റെ കഥ മുഴുവൻ ഞാൻ കേട്ടതാണ്. ഒരു ഡേറ്റ് പ്രശ്നം കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റാതെ പോയൊരു സിനിമയാണ്. ഗംഭീര വിഷയമാണ്, നല്ല രസമുള്ള, നർമ്മമുള്ള, ഗൗരവമായി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. അപ്പൊ സിനിമയുടെ പേര് സുബീഷ് തന്നെ പറയൂ. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം. അടിപൊളി പേര്. മാർച്ച് ആദ്യം റിലീസ് ആവുകയാണ് അല്ലേ സിനിമ? അത് മാർച്ച് 1-ാം തീയതി. പിന്നെ ആരൊക്കെയുള്ളത് ഈ പോസ്റ്ററിൽ? ഇപ്പൊ ആരൊക്കെയുള്ളത്? ഷെല്ലി ഉണ്ട്. അതെ 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 അതെ. പിന്നെ ഷെല്ലി എന്ന് പറയുന്നത് നമ്മുടെ മിന്നൽ മുരളിയില് അഭിനയിച്ച ഷെല്ലി ഉണ്ട്. പിന്നെ 96 എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ ഗൗരിജി കിഷൻ. പിന്നെ നമ്മളെ ജാഫർ കെ ഉണ്ട്, ജാഫർ ഇടുക്കി. അജു വർഗീസ് ഉണ്ട്. ലാൽ ജോസ് സാർ ആദ്യമായിട്ട് ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യുന്നു. പിന്നെ ഹരീഷ് കണാരൻ, അങ്ങനെ കുറെ അത്യാവശ്യം കാസ്റ്റ് ഉണ്ട്. ഇതാരാ ഡയറക്ട് ചെയ്തിരിക്കുന്നത്? TV രഞ്ജിത്ത്. അതെ അതെ അതെ. രഞ്ജിത്ത് അദ്ദേഹം കുറെ പടത്തിൽ അസോസിയേറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പോ ആദ്യമായിട്ടാണ് ഇൻഡിപെൻഡന്റ് ആവുന്നത്.